ഹലോ കൂട്ടുകാരെ, നമുക്ക് അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്സാണ് ഗലീലിയയിലെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക കൂട്ടുകാരെ. ഹായ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഏക് സെ ദൂസരെ കിനാരെ തക്ക് ആനെ ജാനെ മേ ഉസെ ബരാബർ സമയം ലഗത്താ ഹെ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്നു പോകുന്നതിൽ തുല്യമായ സമയമാണ് തോന്നണേന്ന്. ഉൻ ദിനോമേം ഗഡി ഈ ഹോത്തി നഹീന്ത്. ആ ദിവസങ്ങളിൽ ക്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അചാനക് ഉസെ ബാദ് ആയ കി പിछले दिनों बुखार में उसकी നബ്സ തേജ് ചലനെ ലഗിത്ത്. പെട്ടെന്ന് അവന് യാദ് ആയാത്തി, അവന് ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസം അവന് പനിച്ചപ്പോൾ പൾസ് വേഗത്തിലാകാൻ തുടങ്ങിയെന്ന്. ഉസ്നെ സോച്ചാക്കി കുദർത്ത സെ ബഡാ കാരിഗർ കോൻ ഹോഗ. അതായത് അവൻ ചിന്തിച്ചു, കുദർത്ത എന്ന് വെച്ചാൽ പ്രകൃതിയേക്കാളും വലിയ കാരിഗർ കോൻ ഹോ. കാരിഗർ എന്ന് വെച്ചാൽ ശില്പി ആരാകുന്നു. അബ് തോ വഹ് ടീക്ക് ഹോ ചുക. ഇപ്പം എല്ലാവരും ശരിയായിരുന്നു. അബ് ഉസ്കി നബ്ജ ശരൂർ സാമാന്യ ഗതിസെ ചൽ രഹി ഹോഗി. ഇപ്പം അവൻ്റെ പൾസ് ശരിയായ സാധാരണ രീതിയിലായിന്ന്. ഉസ്കാ ഇസ്തേമാൽ ഗഡി കെ രൂപമേ കിയാ ജാ സക്ത. ഇതൊരു ക്ലോക്കിൻ്റെ രൂപത്തിൽ എടുക്കാൻ കഴിയുന്നു ഈ പൾസിൻ്റെ അളവ്. ഉസ്നെ പായാക്കി ഉസ്ക നതീജ സഹിത. അവന് കിട്ടി, ആ റിസൾട്ട് ശരിയായിട്ട് കിട്ടിയെന്ന്. അപ്പന് ഈ ഗോജിപ്പർ, അവൻ്റെ ഈ കണ്ടെത്തലിൽ വഹ് ബഹുത്ത് ഖുശു. അവന് വളരെയധികം സന്തോഷമായിന്ന്. വഹ് ദൗഡക്കർ അപ്പനെ ഏക്ക് ദോസ്തിക്ക് ഗർ ഗയ. അവൻ ഓടിയിട്ട് തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ പോയിന്ന്. ഉസ്നെ ഏക്ക് ഡോർ അവർ കൈ ധാതുവോ കെ ഗോലെ കെലി. അവൻ ഒരു ഡോർ എന്ന് വെച്ചാൽ ചരടിൽ വളരെയധികം ധാതുക്കൾ, ഗോലെ ലിയെന്ന് വെച്ചാൽ ഗോളുകൾ കെട്ടിയിട്ടുന്നു. ജയ്സെ ലോഹം കൊണ്ടുള്ളതും പിത്തല കൊണ്ടുള്ളതും ശീശ ആദി. അതുകൊണ്ട് ശീശ എന്ന് വെച്ചാൽ ചില്ലുകൊണ്ടുള്ള ഗോളുകൾ ഈ ചരടുമ്മ കെട്ടിയിട്ടുന്നു. ഇസുസെ ഉസ്നെ പെൻഡുലം ബനായ. ഇതുകൊണ്ടാണ് അവൻ പെൻഡുലം ഉണ്ടാക്കിയെന്ന്. അവർ കൈ തച്ചുബേക്ക്. അവൻ ഇതുകൊണ്ട് വളരെയധികം പരീക്ഷണങ്ങൾ ചെയ്തു. പെൻഡുലം എന്ന് വെച്ചാൽ ഒരു ചരടിൽ ഗോള് ചുറ്റി കെട്ടിയിടണേനെയാണ് പെൻഡുലം എന്ന് പറയുന്നത്. ഉസ്നെ പായാക്കി ഗോള് ചാഹെ കിസി ബി ധാതു കഹ. അവന് കിട്ടി ഗോള് ഏതെങ്കിലും ഒരു ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന്. പെൻഡുലം കെ ഘൂമനെ കെ സമയ പർ ഉസ്കാ കോയി പ്രഭാവ് നഹി പടുത്താത്ത. അവന് പെൻഡുലം കറങ്ങി വരുന്ന സമയത്തിന് യാതൊരു പ്രഭാവം ഉണ്ടായില്ല. ഹാം ഡോറിക്ക് ലംബായി ബഡനസെ ഉസ്കെ ജുൽനേക്ക സമയ ബഡ്താ ഹെ. ആ ചരടിൻ്റെ നീളം കൂടുന്നതോടൊപ്പം തന്നെ ആ ജുൽനേക്ക സമയം, അത് ആടുന്നതിൻ്റെ സമയം വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതായത് ചരട് നീളം കൂടുമ്പോൾ പെൻഡുലത്തിൻ്റെ ആട്ടവും കൂടുന്നു. ഗഡാനെ സെ ഗഡ്താ ഹെ ബിന ഗഡി കെ ഗലീലിയോ കെ പെൻഡുലം കെ നിയമോ കെ ഗോച്ച്. അതുകൂടാതെ ക്ലോക്ക് കൂടാതെ ഗലീലിയോ പെൻഡുലത്തിൻ്റെ നിയമം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആജ് ദുനിയ ബർബി സാരി ഗഡിയ പെൻഡുലം കെ ഇനി നിയമോ കെ ആധാർ പേ. ഇന്ന് ലോകത്തുള്ള എല്ലാ ക്ലോക്കുകളും പെൻഡുലത്തിൻ്റെ ഈ നിയമത്തിൽ അടിസ്ഥാനമാണെന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കുക. आपने इन तब्जुओं के आधार पर ഗലീലിയോ कहने लगा कि. തൻ്റെ ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗലീലിയോ പറയാൻ തുടങ്ങിയെന്ന്. വിജ്ഞാനിക മതലബ് പ്രയോഗ്. അതായത് വിജ്ഞാനത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം പ്രയോഗിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അവർ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ജോ ബി ചീസ് യാ ഘടന പ്രയോഗിക്ക ദൗരാന മാപ്പ് തൗല नाप जोक या गिनती के दायरे के बाहर हो वह विज्ञान नहीं है. അതായത് എന്താണ് പറയുന്നത്? അവർ ജോബ് ഏതു സാധനമാണ് പ്രയോഗത്തിന് 2 പ്രാവശ്യം അളക്കുന്നത്. നാപ്പ് ചുവന്ന് അളക്കുക. ഗിൻതിക്ക് ദായരയ്ക്ക് ബാഹർ ഹോ വിജ്ഞാനഹി. അത് ശാസ്ത്രമല്ല എന്ന് പറയുന്നത്. गलीलियो के पहली बार विज्ञान के गणित या हिसाब का प्रयोग इतना ज़्यादा किया कि
ഗലീലിയ ആദ്യ തവണ തന്നെ വിജ്ഞാനത്തിൻ്റെ കണക്കുകൾ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ ചെയ്യുമായിരുന്നു. എന്തെന്നാൽ ലോഗ് ഉസേ ഗലീലിയ ഹിസാബ് കി കഹ്നെ ലേ, അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ലേ ഗലീലിയ ഹിസാബ് എന്ന് പറയാൻ തുടങ്ങി. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഗലീലിയനെ ആകെ ചൽക്കർ ഡേർ സാരി ദൂസരി ഗോജിക്ക്. ഗലീലിയ അങ്ങനെ മുന്നോട്ട് പോയിട്ട് വലിയ എല്ലാ തരത്തിലും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇൻമേം പഹലി ദുർബീൻ ബി ഷാമിൽ ഹേ, ഇതിലെ ബൈനോക്കുലർ പോലും അടങ്ങിയിട്ടുണ്ടെന്ന്. ഗലീലിയ के विज्ञान में प्रयोग तथा गणित को सही जगह देकर खुद ആധുനിക या नए विज्ञान की घोषित. ഗലീലിയയുടെ ഈ ശാസ്ത്രത്തിൻ്റെ പ്രയോഗം ഗണിതത്തിൻ്റെ ശരിയായ ലോകത്ത് ചെയ്തിട്ട് സ്വയം ആധുനിക ഇന്നത്തെ കാലത്തും പുതിയ ശാസ്ത്രത്തിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. SLC കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. അടുത്ത വീഡിയോ അടുത്ത ലെസനാണ് കേട്ടോ.